ഇന്ന് ദുർഗാഷ്ടമി. അയ്യോ, നാഗവല്ലിയൊന്നും അല്ല കേട്ടോ. ഇന്ന് ശരിക്കും ദുർഗാഷ്ടമി ദിവസമാണ്. ഇപ്പോൾ ചെന്നൈ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷം കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് പോവുകയാണ്. ഇന്ന് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻറ്റി വരുന്നില്ല, ഞാനും അങ്കിളും തിനുവട്ടിനാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ പോലെ അല്ലേ ഈ തമിഴ്നാട്ടിലെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ. എനിക്കും ഇത് പുതിയതാണ്. ഞാൻ ഇതുവരെ ഇവിടുത്തെ പൂജ സമയത്ത് ഇവിടെ വന്നിട്ടില്ല. അപ്പം നമുക്ക് എല്ലാം കാണാം. അങ്ങനെ നമ്മളിത് ഓഫീസിലെത്തി. ഞാൻ ഓൾറെഡി ഓഫീസൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കാണാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അങ്കിളുടെ ഇത് 2 വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പുറകിലോട്ട് ബാക്കി സ്റ്റാഫിൻ്റെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വാഹന പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കണേ. ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ ഗോഡൗണിലാണ് കേട്ടോ പൂജ നടക്കുക. പൂജാരി എല്ലാം റെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ സ്റ്റാഫുകൾക്കെല്ലാം ഫുഡെല്ലാം അറേഞ്ച് ചെയ്തു, ഉച്ചക്കത്തെ ലഞ്ച്. കാരണം 2:30ക്കാണ് പൂജ തുടങ്ങേണ്ട സമയം വരുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റാഫെല്ലാം ഫുഡ് കഴിച്ച് റെഡി ആയിരിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാഫുകൾക്കൊക്കെ അങ്കിൾ സെർവ് ചെയ്യുന്നതായിട്ടേ കാണുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും കഴിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ട് എണീറ്റപ്പോൾ അങ്കിൾ പിടിച്ചിരുത്തി കൊടുക്കുന്നതായിട്ടേ കാണുന്നത്. ഇതൊന്നുമല്ല ഹൈലൈറ്റ്. ഇതിന് സംഭവം വരാണ്ട് എനിക്ക് ചിരി വന്നു. നോക്ക്, അവർ ഓടിയപ്പോൾ ഷർട്ടിന് പിടിച്ച് വലിച്ച് അങ്കിൾ കൊണ്ട് ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണുന്നത്. വർക്കിൻ്റെ ടൈമിൽ അതിൻ്റേതായ സ്ട്രിക്റ്റ് ആണെങ്കിൽ അല്ലാത്ത സമയത്ത് എല്ലാവരും ഭയങ്കര ഒരു ഫ്രണ്ട്ലി, ഒരു ഭയങ്കര ബോണ്ടാട്ടോ. അങ്കിൾ മാത്രം കഴിച്ചിട്ടില്ല. കാരണം ഇതാ ഈ അങ്കിളിനെ കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് ജയകുമാർ അങ്കിൾ. അങ്കിളും എൻ്റെ അങ്കിളും കൂടിയാണ് ഈ കമ്പനി നോക്കി നടത്തുന്നത്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ടൈമായിരിക്കും താഴെ പൂജ സ്റ്റാർട്ട് ചെയ്യാനുള്ള. താഴത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അപ്പം നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യേണ്ട, താഴോട്ട് പോവാം. താഴെ പൂജയുടെ അടുത്ത് പോകുന്നതിൻ്റെ മെയിൻ ഏരിയ നമ്മുടെ ഫാക്ടറി ഓഫീസ് ഞാൻ കാണിച്ചില്ലല്ലോ. ഫാക്ടറി ഓഫീസൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതാണ് പറഞ്ഞത്, നമ്മുടെ നാട് അപേക്ഷിക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ. നമ്മുടെ അടുത്ത് അങ്ങനെ ഇത്ര ഡീപ്പായിട്ടില്ലല്ലോ. വണ്ടിയുള്ളവർ വാഹന പൂജ ചെയ്യും, കുട്ടികളുള്ളവർ പുസ്തകം പൂജയ്ക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് പൂജ എടുപ്പിൻ്റെ അന്ന് ഒരു തുറന്ന് വായിക്കും. ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ കണ്ട് ഈ വാഴയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എന്ത് ആചാരം ഉണ്ടെങ്കിലും അവർക്ക് അതൊക്കെ നിർബന്ധം. വാഴയൊക്കെ ഇങ്ങനെ കെട്ടി. നമ്മുടെ അങ്ങോട്ടൊന്നും ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്കിത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണുക. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി നമ്മുടെ പൂജ ഇവിടെ തുടങ്ങാൻ പോവുക കേട്ടോ. Sixth sense innovations कार्यालये सर्वलाभकर सिद्ध्यर्थम उद्योगे अति उन्नत प्राप्त्यर्थम लाभे अति उन्नत प्राप्त्यर्थम अद्य दिने. ഇനി ഞാനെല്ലാം ഒന്ന് ഓടിച്ചു വിട്ട് കാണിക്കാട്ടോ. മറ്റൊന്നുമല്ല, കന്നഡ ആയതുകൊണ്ട് മനസ്സിലാക്കാനുള്ള പ്രശ്നവും ഉണ്ടാവും. അതുപോലെ തന്നെ ലെങ്തിയാണ് ഈ പൂജ. അപ്പം നിങ്ങൾക്ക് കണ്ട് ബോറടിക്കും വേണ്ട. അതുകൊണ്ട് ഞാൻ ഇനിയെല്ലാം ഓടിച്ചു വിട്ട് കാണിക്കാട്ടോ. ओम सारस्वत्यै नमः, महाभद्रायै नमः, महामायायै नमः. सर्वदेवानां धूपोऽयं प्रतिगृह्यताम्. ഓഫീസിലെ പൂജ കഴിഞ്ഞു. ഇനി വാഹന പൂജ ആട്ടോ. അങ്കിളിൻ്റെ 2 കാറും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ എല്ലാ ബൈക്കും പൂജിച്ചു.
അങ്ങനെ പൂജയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇത് കണ്ണീർ എടുക്കുന്ന കേട്ടോ. ഇതും ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ വന്നിങ്ങനെ തേങ്ങയിലാദ്യം ഒഴിഞ്ഞു കൊണ്ടുപോയിട്ട് ഉടക്കും. അത് കഴിഞ്ഞിട്ട് കുമ്പളങ്ങയുടെ ഉള്ളിൽ കുങ്കുമെല്ലാം നിറച്ചിട്ട് അതും ഞാൻ ഇവിടെയും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് അവസാന ഘട്ടമായ പൂജാരി അങ്കിളിനെ ജവമാനങ്ങളെ അനുഗ്രഹിച്ച് അതേപോലെ അവർ രണ്ടുപേരും പൂജാരിൻ്റെ അനുഗ്രഹം വാങ്ങി സ്വാമിനെയും കുമ്പിട്ട് കഴിഞ്ഞാൽ പൂജയുടെ ഘട്ടങ്ങളൊക്കെ അവസാനിച്ചു കേട്ടോ. ഇനി ചെറിയൊരു പരിപാടി കൂടെ ബാക്കിയുണ്ട്. അതെന്താണെന്നുള്ളത് ഇപ്പം കാണിക്കാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ അവസാനത്തെ പരിപാടി ഒന്നുമില്ല. നമ്മൾ പൂജയ്ക്ക് വെച്ച എല്ലാ വാഹനങ്ങളും അന്ന് അരങ്ങുടച്ചൊന്ന് റൗണ്ട് പോയിട്ടൊന്ന് വരിക. അങ്കിൾ വണ്ടി എടുത്തിട്ട് പോയി, ദിനോട്ടനും കൂടെ പോയി. ബാക്കി സ്റ്റാഫുകളെല്ലാം ബൈക്ക് എടുത്തിട്ട് പോയി. അങ്കിളുടെ മറ്റേ കാറ് വേറെ 2 സ്റ്റാഫും എടുത്തിട്ട് പോയി. അങ്ങനെ എല്ലാ വാഹനങ്ങളും ഒരു റൗണ്ട് ഒന്ന് പോയിട്ട് വന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് അവസാനമായിട്ട് അങ്കിൾ എല്ലാ സ്റ്റാഫിനും ഈ ഒരു ഗിഫ്റ്റ് കണ്ടോ, ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയെല്ലാം അവസാനിച്ചു. ഇവിടെ എന്താ പെട്ടെന്ന് സ്ലോ ആയെന്ന് വെച്ചാൽ ഈ വെയർ ചെയ്തിരിക്കുന്ന സാരി നമ്മുടെ DM ഫാഷനിൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അത് അവിടെയുള്ള യെല്ലോ ഗ്രീൻ, ഞങ്ങൾ മാമിന്നാണ് വിളിക്കുക, മാമി കൊടുത്തു നമ്മുടെ DM ഫാഷൻ്റെ സാരി ആട്ടോ. ലാസ്റ്റ് ജയകുമാർ അങ്കിളിന് ജയകുമാർ അങ്കിളും കൊടുത്തതിന് ശേഷം ഇന്നത്തെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ടാറ്റാ ബൈ ബൈ, സീ യു.